ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണിക്കുന്നത് ഇഡലി എങ്ങനെയാണ് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ ഇഡലി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് അരി ഉഴുന്നിൻ്റെ അളവെടുക്കുന്നത്, മാവ് എങ്ങനെയാണ് കുഴച്ച് വെക്കുന്നത്, ഇതെല്ലാം പറയുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറോ ചട്നിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെയിം മാവ് കൊണ്ട് തന്നെ നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല നെയ് റോസ്റ്റോ മസാല ദോശയോ സാദാ ദോശയോ തട്ട് ദോശയോ എല്ലാം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് പച്ചരി, 240 ml കപ്പിന് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നെടുക്കുന്നത് 1 കപ്പാണ്. 1 കപ്പ് നിറച്ചെടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ 3:1 എന്നുള്ള കണക്കിലാണ് ഉഴുന്നിൻ്റെയും അരിയുടെയും അളവെടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്പ്ലിറ്റായിട്ട് ഉഴുന്നെടുക്കുക. അതുപോലെ തന്നെ ഉഴുന്ന് നമ്മൾ കൂടുതൽ പ്രാവശ്യം കഴുകരുത്. 2 പ്രാവശ്യമൊക്കെ മാക്സിമം കഴുകിയാൽ മതി. അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുശേഷം അരി നല്ലപോലെ ഒരു 5 പ്രാവശ്യം തെളിപോലെ കഴുകിയെടുത്തിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിനകത്താണല്ലോ കുതിരാൻ വെച്ചത്, അത് എടുത്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കി നല്ലപോലെ കുതിർന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു. ഇപ്പം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരി അരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഉഴുന്നരയ്ക്കാനും അരി അരയ്ക്കാനും ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ദേ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുന്നത് ഉഴുന്ന്. അപ്പം നിങ്ങൾക്ക് വലിയ മിക്സി ആണെങ്കിൽ 1 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ഐസ് ക്യൂബ് ഇതുപോലെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ഐസ് ക്യൂബാണ്, അതുകൊണ്ട് ഒരെണ്ണം ഇപ്പം മിക്സ് ചെയ്ത് വെക്കുവാണ്. കാരണം നമ്മളിപ്പോൾ അരച്ച് വരുന്ന സമയത്ത് കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു തണുപ്പ് മാറുന്നത് കൊണ്ട് ഞാനൊരു ഐസ് ക്യൂബ് കൂടി ഇട്ട് വെക്കുവാണ് അതിനകത്തോട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റിങ്ങിന് എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ച് വെച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ ഉഴുന്നരയ്ക്കുമ്പോൾ ഒട്ടും തന്നെ അത് ചൂടായി വരത്തില്ല. കണ്ടോ, ഈ രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഉഴുന്നരയ്ക്കുക. ഉഴുന്ന് നല്ല പോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല ഒരു ഏറ്റവും മൃദുവായിട്ട് അരച്ചെടുക്കാം, ആ രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2ാമത്തെ സെറ്റും ഇപ്പോൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് അപ്പോൾ അതിനകത്ത് തന്നെ ഇട്ടിരിക്കുകയാണ്, ആ ഉഴുന്നിൻ്റെ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. കാരണം നമുക്കിനി അരിയും അരയ്ക്കാനുണ്ടല്ലോ. അപ്പോൾ അത് 2ാമത്തെ സെറ്റും ഉഴുന്നിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉഴുന്നരച്ച പാത്രത്തിലോട്ട് തന്നെ നമുക്കിനി അരിയും കൂടി അരച്ച് ചേർക്കണം. അപ്പോൾ ഉഴുന്നരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ചൂടായി പോകാൻ പാടില്ല. 2ാമത് നല്ല മൃദുവായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരി അരയ്ക്കണ സമയത്ത് ഞാൻ ഇതുപോലെ 3 കപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അതും 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി അരി അരയ്ക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കണം. അതായത് 3 കപ്പ് അരി ആയിരുന്നത് കൊണ്ട് 1.5 കപ്പ് ചോറ്. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ഉഴുന്നിൻ്റെ മിച്ചമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും അരച്ചെടുത്തിട്ട് വരാം. അരി അരയ്ക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം വളരെ കുറച്ച് തരി വേണം അതിനകത്ത്. നേരത്തെ നമ്മൾ ഉഴുന്നരച്ച് അത്രയും ഫുൾ സോഫ്റ്റായിട്ട് അരയ്ക്കരുത്. കുറച്ച് തരിയോടുകൂടി, ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് തരിയോടുകൂടി നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കി പകുതി റൈസ് ഇരിപ്പുണ്ടല്ലോ, അതും കൂടി അരച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കി 1/2 കപ്പ് ചോറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മട്ട റൈസ് അല്ല വെള്ള റൈസിൻ്റെ ചോറാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തതിന്, കാരണം ഇഡലിക്ക് കുറച്ചും കൂടി നമുക്ക് നല്ല വൈറ്റായിട്ടുള്ള കളറും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒട്ടും തന്നെ ചൂടാകാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 2ാമത്തെ സെറ്റും നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചോറില്ല എന്നുണ്ടെങ്കിൽ ചോറിന് പകരം നമുക്ക് വെള്ള അവലുണ്ടല്ലോ, അതൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പം 3 കപ്പിന് 1 കപ്പ് അവൽ കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ അരച്ചെടുത്ത മാവ് ഏറ്റവും നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അരിയും ഉഴുന്ന് എത്രത്തോളം നമുക്കിങ്ങനെ ഇത് മിക്സ് ചെയ്തെടുക്കുക അത്രത്തോളം നല്ല പെട്ടെന്ന് ഫെർമെൻ്റ് ആകാനും മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കല്ലുപ്പുണ്ടെങ്കിൽ അത് വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ ആ പൊടിയുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ഓവർനൈറ്റ്, ഞാൻ വൈകുന്നേരം ഒരു 8 മണി ഒക്കെ ആയപ്പോൾ അരച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഒരു 8 മണി വരെയാണ് വെച്ചത്. അപ്പോൾ ഇത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. മാവ് കണ്ടോ ഇത്ര ഇങ്ങനെ
പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഇളക്കൊന്നും ആവശ്യമില്ല. നമുക്ക് മാവ് പുകത്തിൽ നിന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടും ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ മാവിൻ്റെ ആ ടെക്സ്ചർ കണ്ടോ, അത് ഈ രീതിയിലാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മാവ് പൊങ്ങി വരുന്നതല്ല എങ്കിൽ മൈക്രോവേവ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനകത്ത് ഒന്ന് വെച്ചാൽ മതി. അങ്ങനെയല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ച് പൊതിഞ്ഞിട്ട് വെക്കാം. ഇനി ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. അപ്പോൾ മാവ് നല്ല രീതിയിൽ പൊങ്ങി വരും. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അതാണ് തട്ടിലോട്ട് തേച്ച് കൊടുക്കുക. നമുക്ക് ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നും, ഒരു ഡ്രോപ്പ് എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തേച്ചാൽ മതി. ഇങ്ങനെ തേക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമത് ഇഡലിക്ക് നല്ല രുചി കിട്ടും, രണ്ടാമത് നമ്മൾ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ പറിച്ചെടുക്കാനും പറ്റുമേ. അപ്പോൾ നല്ല ഷേപ്പൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഇഡലിയുടെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം തീ താത്തി വെച്ചിട്ട് വേണം നമ്മൾ തട്ട് വെച്ചിട്ട് മാവ് കോരി ഒഴിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ മാവ് കോരി ഒഴിച്ച് അപ്പച്ചൻ അടച്ചതിന് ശേഷം തീ നമുക്ക് ഫുള്ളിൽ വെച്ച് 10 മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല, കാരണം നല്ലപോലെ പൊങ്ങിയ മാവായതുകൊണ്ട് 10 മിനിറ്റ് നേരം മാത്രം മതിയാകും ഇത് വേവിക്കാനായിട്ട്. ഇത് കണ്ടോ നമ്മുടെ ഇഡലിയുടെ ഇത് കണ്ടോ, ലുക്ക് കണ്ടോ, നല്ല രീതിയിൽ പൊങ്ങി പൊക്കത്തിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയാണ് കിട്ടിയത് കണ്ടോ ഈ രീതിയിൽ. പിന്നെ നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കാനാണെങ്കിലും സൈഡിൽ നിന്നൊന്ന് കുത്തി കൊടുത്താലും മതി, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം, ചെറിയ ചൂടോടുകൂടി തന്നെ ഇഡലിയിൽ നിന്ന് ഇഡലി തട്ടിയിൽ നിന്ന് മാറ്റാൻ നോക്കുക. കൂടുതൽ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമേലെ കൂടുതൽ ഒട്ടിപ്പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഡലി തട്ടിയിൽ നിന്ന് എടുക്കാനായിട്ടൊരു വഴിയാണ്, നമ്മൾ ആ ഇഡലി വാങ്ങി വെക്കുമ്പോൾ തന്നെ 1-2 ഡ്രോപ്പ് വെള്ളം ഒന്ന് പുറത്ത് നിന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡലിയുടെ തട്ടിയിൽ നിന്ന് ഇഡലി ഊരിയെടുക്കാൻ പറ്റുമേ. അതുകൊണ്ട് ഇഡലിയുടെ ടെക്സ്ചർ കണ്ട് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ കണ്ടല്ലേ പഞ്ഞി പോലെ സ്പോഞ്ച് പോലെയാണ് ഇഡലി വന്നിരിക്കുന്നത്. അത്ര സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് വരുന്നത്. സാധാരണ ഞാൻ ഇഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ 1.5 കപ്പ് ഉഴുന്ന് ചേർക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഞാൻ ചെയ്തത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് എടുത്തത്. വളരെ നല്ല ഇഡലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പണ്ടത്തേനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കോമ്പിനേഷനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ രീതിയിൽ ഇഡലി ഉണ്ടാക്കിയപ്പം ഒത്തിരി നന്നായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണേ. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാറോ ചട്നിയോ എന്ത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതേ സെയിം മാവ് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ദോശ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, അതുപോലെ തന്നെ തട്ട് ദോശ ടൈപ്പ് ഏത് തരം ദോശയും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ ഇതേണ്ട നല്ല ക്രിസ്പി ആയിട്ട് നെയ് റോസ്റ്റ് ടൈപ്പിലുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുത്തത്. അത് നല്ല പുറമൊക്കെ കണ്ടു, ആ ഉഴുന്നൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നല്ല മൊരിഞ്ഞ്, പിന്നെ നമ്മൾ ഇച്ചിരി തരിയായിട്ടാണ് അരയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.